നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കും. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ പൊതുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഹാർദമായി ആർട്ടുള്ള സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്തു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആശയവിനിമയം എന്നുള്ള ആ ഒരു ടോപ്പിക്ക് എത്ര വിശാലമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുറമേ ആശയവിനിമയം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആശയവിനിമയത്തിൽ ലെവൽസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ കൂടുതൽ നമ്മൾ യൂണിഫൈഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ, ഉള്ളിൽ കൂടുതൽ സ്നേഹത്തിലേക്ക് ഉയരുമ്പോൾ പുറമേ ഉണ്ടാകുന്ന ആശയവിനിമയം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന കമ്പാഷനായിട്ട് മാറും. ആശയവിനിമയത്തിൽ ഷെയർ ചെയ്യുന്നത് കമ്പാഷനാണ്. ഹൃദയവും തമ്മിലുള്ള സംവാദം, അതിലേക്കാണ് എത്തിച്ചേരുന്നത്. അത് സാധ്യമാകാത്തത് നമുക്ക് ആ ഉള്ളിൽ കണക്ഷൻ ലഭിക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിലും എല്ലാവരും ഉള്ളിലും ഒരുപാട് വ്യക്തിത്വങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ് എക്സ്പ്രസ്ഡ് ആവാനായി. സ്വപ്നം നോക്കിയാലേ സ്വപ്നത്തിൽ ഈ വ്യക്തിത്വങ്ങളൊക്കെ സ്വതന്ത്രമായിട്ട് അവരവരെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല സ്വപ്നത്തിൽ. അത് ഉണരുമ്പോൾ ഒന്നായിട്ട് പ്രകടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. പലപ്പോഴും പരാജയപ്പെട്ടു. നമ്മുടെ ഉള്ളിലെല്ലാം ഉള്ള പേഴ്സണാലിറ്റീസ് പലപ്പോഴും അപ്രതീക്ഷിതമായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. പക്ഷേ ഉടനെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ദേഷ്യം വരികയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. അച്ഛനോടോ അമ്മയോടോ സംസാരിക്കും, ടീച്ചറോട് സംസാരിക്കും. ചിലപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടാവും. പക്ഷേ നമ്മളവിടെ കൺട്രോൾ ചെയ്യും, റെഗുലേറ്റ് ചെയ്യും. ഓഫീസ് ആവുമ്പോൾ കൺട്രോൾ യുവർ സെൽഫ് എന്ന് പറയും. നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. ശരി, കൺട്രോൾ ചെയ്യുമ്പോൾ എന്താണ് ആ പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യാതെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു പേഴ്സണാലിറ്റി കുറേ കാലം എക്സ്പ്രസ്ഡ് ആവാതെ ഇരുന്നാൽ, അത് സപ്രസ്ഡ് ആയിരുന്നാൽ തീർച്ചയായിട്ടും അത് വേറൊരു സമയത്ത് പ്രകടമാവും. ചിലപ്പോൾ അത് സ്ഥായിയായിട്ടൊരു പേഴ്സണാലിറ്റി ആയിട്ട് തന്നെ മാറാം. മൺചിത്രത്താഴ് എന്നുള്ള സിനിമയിൽ നാഗവല്ലി സപ്രസ്ഡായി കിടക്കുകയായിരുന്നു. അതിനൊരു അവസരം കിട്ടിയപ്പോൾ അത് എക്സ്പ്രസ്ഡായി. ഡോക്ടർ ജെക്കൈൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്നുള്ള ഒരു പുസ്തകമുണ്ട്. രണ്ട് വ്യക്തിത്വങ്ങളായിട്ട് ഒരേമാതിരി പ്രോമിനൻ്റായിട്ട് രണ്ട് സമയത്ത് പെരുമാറുന്ന ഒരാൾ. അതുപോലെ തന്നെ നമ്മുടെ സിനിമകളിൽ ദ്രോണ എന്നുള്ള
ഫിലിമിൽ മനോജ് കെ ജെയിൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്നത് നമ്മുടെ ഉള്ളിലും അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. പേഴ്സണാലിറ്റിയിൽ ഏതെങ്കിലും ഒന്ന് വളരെയധികം സപ്രസീവിനെ അത് തീർച്ചയായിട്ടും പ്രകടമാവും എപ്പോഴെങ്കിലും. അപ്പോൾ അതെല്ലാം ഇങ്ങനെ മാനസിക വിഭ്രാന്തിയായിട്ട് പ്രകടമാവണമെന്നില്ല. ചിലപ്പോൾ ശാരീരികമായിട്ട് രോഗങ്ങളായിട്ടായിരിക്കും പ്രകടമാകുന്നത്. ഹിസ്റ്റീരിയ എന്നുള്ളൊരു പദമുണ്ട്. രോഗമാണ് അതാണ് പറയപ്പെടുന്നത്. എന്താണ് അതിൻ്റെ കാരണം എന്നറിയില്ല. പെട്ടെന്ന് കണ്ണ് കാണാൻ പറ്റുന്നില്ല എന്നൊരാൾ പറയുന്നത്. അഭിനയിക്കല്ല, മാലിംഗറിങ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അഭിനയം ഇപ്പോൾ അഭിനയിക്കല്ല, ശരിക്കും കണ്ണ് കാണാത്ത പോലെ ടെസ്റ്റുകൾ ചെയ്താൽ പോലും കണ്ണ് കാണുന്നില്ല എന്നുള്ളത് നമുക്ക് തോന്നും. അതിന് അവർക്ക് മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെ ഒരു കൈ പാരലൈസ്ഡ് ആയി ഒരു ഫിലിമുണ്ട്, സർഗം എന്നുള്ളൊരു ഫിലിമുണ്ട്. അതിൽ അഭിനയിക്കുന്ന പ്രധാന കഥാപാത്രത്തിൽ ലേഡി പെട്ടെന്ന് പാരലൈസ്ഡ് ആവും. എന്നിട്ട് പിന്നെ അവസാനം പാട്ട് പാടുന്നു. അതിൽ ഹീറോ പാട്ട് പാടുമ്പോൾ ഈ കൈ തിരിച്ചു വരികയാണ്. അപ്പം അതൊരു രോഗമല്ല, അത് ഹിസ്റ്റീരിയാണ്. ആ കൈ വീക്കായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ തോന്നുന്നു, സംസാരിക്കാൻ പറ്റാതെ മാറും. ചില ആൾക്കാർ നടക്കാൻ പറ്റാതെയാവും. അതുമാത്രമല്ല, പ്രത്യക്ഷമായിട്ട് രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്നു എന്നുകൂടി പറയുന്നുണ്ട്. ചിലപ്പോൾ ചിലർക്ക് ഒരു സൈഡ് സ്കിൻ ലീഷൻസ് വരുന്നു, ലീഷൻസ് പൊന്തി വരുന്നു, നീര് വയ്ക്കുന്നു, ജോയിൻറ്റ് പെയിൻസ്, വയറുവേദന, നെഞ്ചുവേദന. അപ്പോൾ ഇതൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ശരിക്കും സംഭവിക്കുക. തീർച്ചയായിട്ടും ആ രോഗങ്ങൾ അവർക്കുണ്ട്. അതിൻ്റെ ഒരു വിഭാഗമാണ് തലവേദന. എത്രയോ ആൾക്കാർക്ക് തലവേദന ഉണ്ട്. എന്ത് ടെസ്റ്റ് ചെയ്താലും അവസാനം ഒന്നുമില്ല, ഇത് തലവേദന ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കാരണം തന്നെ ഉള്ളിലുള്ള ഏകീകരണം സംഭവിക്കാത്തതുകൊണ്ടാണ്. ഒരുപക്ഷെ ഒരു കാലം വരും നമ്മുടെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളും ഈ തരത്തിൽ സംഭവിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു കാലം വരും. പൂർണ്ണമായിട്ടും ഉള്ളിൽ വിശ്രാന്തി അനുഭവിക്കാൻ പറ്റും. ഈ തരത്തിലുള്ള രോഗങ്ങൾ ഇല്ലാതെയും അങ്ങനെ രോഗമില്ലാത്ത അവസ്ഥ ശരീരം തന്നെ എടുക്കേണ്ട ആവശ്യം വരാതെയും മാറും. അതുകൊണ്ട് അങ്ങനെ അവസ്ഥ വരികയാണ്. നമ്മൾ ഈ ഡയമെൻഷനിൽ സാധ്യമല്ല എന്ന് തന്നെ ചിന്തിക്കാം. പക്ഷേ എങ്കിലും അങ്ങനെ നമുക്ക് ഒരു ലക്ഷ്യം വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരാം. നമ്മൾ എന്തെങ്കിലും ഒരു ഭാഗത്തെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. മധുരം തീരെ കഴിക്കാത്ത ആൾക്കാർ, മധുരം എന്നുള്ള ആ ടേസ്റ്റിനോട് ആകർഷണം ഉണ്ടാകുന്നു. പലരും ഡയബറ്റിക് ആകുമ്പോൾ പെട്ടെന്ന് മധുരം കഴിക്കാൻ തുടങ്ങുന്നത് കണ്ടു. അതുവരെ എരി മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പെട്ടെന്ന് മധുരം കഴിക്കാൻ തുടങ്ങും. സപ്രസ്ഡായിട്ട് ഉള്ളിൽ പേഴ്സണാലിറ്റിയായിട്ട് കളിക്കും. നേരെ തിരിച്ചും മധുരം ഒരുപാട് ഭക്ഷിക്കുന്ന ആൾക്കാർക്ക് അവസാനം മധുരം കഴിക്കേണ്ടാത്ത ഗതികൾ വരുന്നു, ഡയബറ്റീസ് വരുന്നു. രണ്ടിൻ്റെയും കാരണം വ്യത്യസ്തമാണെങ്കിൽ അടിസ്ഥാനം അസുഖം ഒന്നായിട്ട് മാറുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ രോഗം ചികിത്സിക്കുന്നതിനോടൊപ്പം തന്നെ ശരീരത്തിനെ കെയർ ചെയ്യണം എന്നുള്ളത് കൂടി ഒരു അസുഖം നമുക്ക് കാണിച്ചു തരും. നമ്മളെപ്പോഴും ഒന്നുകിൽ കൂടുതൽ കെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ല. ഏതെങ്കിലും ഭാഗത്തെ കൂടുതൽ ശ്രദ്ധിക്കാനും മറ്റുള്ള ഭാഗങ്ങൾ ഫോക്കസ് ചെയ്യുന്നു. നമ്മൾ വീട്ടിൽ നോക്കിയാലേ ഒരു കുട്ടിയോട് കൂടുതൽ ശ്രദ്ധിച്ചാൽ മറ്റു കുട്ടികളെ പറയാം അവനോട് പാർഷ്യാലിറ്റിയാണ്. സ്കൂളിൽ ടീച്ചേഴ്സ് ഉണ്ട്, ചിലർ ഒരു കുട്ടീനെ മാത്രം ശ്രദ്ധിച്ച് പഠിക്കും, മറ്റേ കുട്ടികൾക്ക് ആ ടീച്ചർ ഭയങ്കര പാർഷ്യാലിറ്റിയാണ്. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഭാഗത്തിൽ പാർഷ്യൽ ആകുമ്പോൾ മറ്റുള്ള ഭാഗങ്ങൾ തീർച്ചയായിട്ടും പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അവർക്ക് അവരുടേതായ ഇൻ്റലിജൻസ് ഉണ്ട്. അപ്പോൾ ഇതും ശരീര രോഗങ്ങളായിട്ട് മാനസിക രോഗങ്ങൾ ഇപ്പം തന്നെ ശാരീരിക രോഗങ്ങളായിട്ട് പ്രകടമാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യോഗ ഒരു ഇൻ്റഗ്രേഷൻ ഓഫ് പേഴ്സണാലിറ്റി എത്ര തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുകൂടി നമുക്കിവിടെ കാണും. മുടി കൊഴിച്ചിൽ എല്ലാം ഒരുപാട് രോഗം, സ്കിൻ ഡിസീസ്, വിറ്റിലൈഗോ, സ്കിന്നിൽ പാണ്ട് രോഗങ്ങൾ, സ്കിന്നിൻ്റെ ലീഷൻസ്, സോറിയാസിസ്, പല രോഗങ്ങൾക്കും ഒരു സൈക്കോസൊമാറ്റിക് അടിസ്ഥാനമുണ്ട് എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞു വരുന്നുണ്ട്. ക്രമേണ കണ്ണിലുണ്ടാവുന്ന സെൻട്രൽ സീറസ് റെറ്റിനോപ്പതി എന്ന രോഗം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് നമ്മുടെ ഉള്ളിൽ സപ്രസ് ചെയ്യപ്പെട്ട എന്തോ ഒരു സ്വഭാവമാണ്. നമ്മൾ കെയർ ചെയ്തിട്ടില്ല. അപ്പോൾ എന്നെ കെയർ ചെയ്യും എന്നുള്ളത് ബോഡി പറയുകയാണ്. അപ്പോൾ എല്ലാം മോഡറേഷനിൽ കൊണ്ടുവരണം എന്നുള്ളതിന് ഇത്രയും ഡെപ്തിലൊരർത്ഥം ഉണ്ടെന്ന് നമ്മൾ ആലോചിച്ചാലേ മനസ്സിലാവും. അപ്പോൾ ഹീലിംഗ് തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. മരുന്ന് കഴിക്കുന്ന അതിൻ്റെ ഒരു ഭാഗം തന്നെ മാത്രം. പക്ഷേ യഥാർത്ഥത്തിൽ ഹീലിംഗ് പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ ഓഫ് പേഴ്സണാലിറ്റീസ് കൊണ്ടുവരുന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഡിസീസ്. അപ്പോൾ നമ്മൾ ശരീരത്തിനെ കെയർ ചെയ്യുന്നതോടൊപ്പം ഉള്ളിൽ കൂടുതൽ ഇൻ്റഗ്രേഷൻ കൊണ്ടുവരണം. സഹജമാർഗം അതിന് ഹെൽപ്പ് ചെയ്യുന്നു. റെഗുലറായിട്ട് ശുദ്ധീകരണം,
നമ്മുടെ മനസ്സിന് ഡൈവേർഷൻസിനെ മാറ്റുന്നു. ശരീരത്തിന് വേണ്ട വ്യായാമം ചെയ്യാം, അത് ശരീരത്തിനെ ശ്രദ്ധിക്കുന്നു. സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക, അപ്പോൾ നമ്മൾ നമ്മുടെ വായന നാവിനെ ശ്രദ്ധിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ സ്മരണയിൽ കഴിക്കുക, അപ്പോൾ നമ്മൾ ഭക്ഷണം കെയർ ചെയ്യുന്നു, ശരീരത്തിനെ കെയർ ചെയ്യുന്നു, ഓരോ കോശത്തിനും ശ്രദ്ധിക്കുന്നു. സഹജമാർഗത്തിൽ ആത്മ സിസ്റ്റത്തിൻ്റെ സാധനാ പദ്ധതി എത്ര സയൻറ്റിഫിക് ആണ് എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മെഡിസിൻ്റെ അഡ്വാൻസസിനോടൊപ്പം തന്നെ അതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. അതോടൊപ്പം തന്നെ ഒരു ആർട്ട്ഫുൾ സിസ്റ്റത്തിൻ്റെ സഹജമാർഗത്തിൻ്റെ ഇൻ്റഗ്രേഷൻ ഈ മെഡിക്കൽ സിസ്റ്റത്തിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ ഉള്ളിൽ ഉള്ള വേറെ ലെവൽസിലുള്ള വർക്കുകൾ നടത്താൻ രോഗിക്കും സാധിക്കും, ചികിത്സകനും സാധിക്കും. അടുത്ത സെഷനിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.